ഇനിയും വരും നാളെ മറുപടി കന്നാൾ വെറുതെ വരും. ഇവര് വന്നിന്റെ മുറാദ് മനസ്സിലാക്കി ചോളി. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്, കാഫിറും മുസ്ലിമും നബി നിങ്ങൾ കേൾക്കുന്നതാണ് കറാമത്തിന്റെ ബാബിലല്ലേ, നീ കാഫിറിന് കറാമത്തുണ്ട്. ഇത് കറാമത്തിന്റെ പേരിലുള്ള കേൾവിയുടെ ചർച്ചയല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ട എല്ലാ കാഫിരികളോടും വിളിച്ച് പ്രാർത്ഥിക്കാനാണോ? എങ്കിൽ ഉള്ള ആളെ തങ്ങൾക്കുള്ള പ്രത്യേകത എന്താ? മമ്പർ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ? ഒരു കേൾക്കുന്നവൻ കറാമത്തിന്റെ ബാബിലല്ലേ? അബൂജഹലിന്റെ കറാമത്തോ? അതാ പറയുന്നത് മരിച്ചവർ കേൾക്കുമെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു ഭാഗമുണ്ട്. അത് എവിടെയെന്നറിയോ? ഒന്ന് കാഫിർ കേൾക്കണം എന്തിനാ? അവനക്ക് ഇങ്ങനെ സന്തോഷം കൊടുക്കാൻ, ഇസ്തിഹാസക്ക് സഹായം ചെയ്യാനല്ല, അവന്റെ മനസ്സിന് ഒരു കുത്തൊടുക്കാനാ, അനുഭവിക്കണമെന്ന് പറയാൻ. അതേസമയം ഇസ്തിഗാസ ചെയ്താൽ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പറയാണ് മരിച്ചോനും കേൾക്കൂല, ജീവിച്ചിരിക്കണോനും കേൾക്കൂല. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന മനുഷ്യനാ. ഈ ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കയ്യ ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന് റബ്ബേ നീയാണ് അറിയുന്നവെന്ന്. അതുകൊണ്ട് മനസ്സിലാക്കി ചോളി, മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അസിൽ കേൾക്കൂല എന്നുള്ളതിന് ഇസ്തിസ്നയുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചവർ കേൾക്കൂലാണ് അടിസ്ഥാനം. എന്നാൽ ചിലത് കേൾക്കും. അത് ഏതാണ്? ഉള്ളാൾ തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നല്ല. പിന്നെ ഒന്ന് കേൾക്കുന്നു പറഞ്ഞത് ഹദീസിൽ എല്ലാവരും ഇബ്നുൽ ചെരുപ്പടിയുടെ ശബ്ദം ആര് കേൾക്കും? മരിച്ചോന് കേൾക്കും. അത് കറാമത്തിന്റെ കേൾവിയല്ല. അത് കാഫിറും കേൾക്കും, മുസ്ലിമും കേൾക്കും. നിങ്ങൾ വാദിക്കുന്നത് കറാമത്തിന്റെ കേൾവിയാണ്. അങ്ങനെ കറാമത്ത് കൊണ്ട് കേൾക്കുന്ന സാഹചര്യമില്ല. മുഅ്ജിസത്ത് കൊണ്ട് കേൾക്കുന്ന ഒരു പ്രത്യേക കേൾവിയില്ല. സാധാരണ അള്ളാഹ് എല്ലാവർക്കും അനുവദിച്ചൊരു കേൾവിയുണ്ട്. അത് മരിച്ചവർ കേൾക്കൂലെന്നതിന്റെ എതിരല്ല. കേൾക്കൂല എന്ന് പറഞ്ഞത് അള്ളാഹ് കേൾക്കുമെന്ന് പറഞ്ഞത്. ഇസ്തിസ്ന എന്ന് പറഞ്ഞ മസല ഉസൂലിക്ക് പഠിച്ചിട്ടില്ലേ? ആമും ഖാസും പഠിച്ചിട്ടില്ലേ? ഈ ആമും ഖാസിലും ഇസ്തിസ്ന പറഞ്ഞതാണ്. കേൾക്കൂല എന്നാരാ? അള്ളാഹ്. കേൾക്കുന്നു പറഞ്ഞത് ആരാ? അള്ളാഹ്. കേൾപ്പിക്കൂല എന്ന് പറഞ്ഞത് അള്ളാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ഉള്ളാളത്തെ കറാമത്തല്ല. അബൂജഹൽ അടക്കമുള്ള കാഫിറിനും മുസ്ലിമിനുമുള്ള ഒരു കേൾവിയുണ്ട്. ആ കേൾവിയാണ് ഇബ്നു കസീർ ഇജ്മാ എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ ഏത് മുസ്ലിയാർ വന്ന് ചോദിച്ചാൽ ഊന്നി ചോദിക്കാം. അബൂജഹൽ കേൾക്കാത്തതും ഉള്ളാളത്തെ തങ്ങൾ കേൾക്കുന്നതുമായ ഒരു കേൾവി ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ? അബൂജഹൽ കേൾക്കാത്തതും മഹാന്മാരും മാത്രം കേൾക്കുന്നതുമായ ഒരു കേൾവിയുടെ ചർച്ച ഏതെങ്കിലും ഒരു കിതാബിൽ, ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ കിതാബിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളി. അതുകൊണ്ട് വിഷയം ക്ലിയർ ആണ്. നിങ്ങൾ കിതാബ് ഉസ്താദ്മാർ പറഞ്ഞ ഹൈസിയത്ത് കൂടെ മാത്രം ഓതിയുടെ പ്രശ്നമാണ്. എല്ലാ വസ്തു കൂടി ഒത്താണ് നോക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാര്യം തെളിയും. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ.